ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ 25-നാണ് ആരംഭിക്കുന്നത്. 2 മാസത്തെ സമയപരിധിയാണ് മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് നൽകിയിട്ടുള്ളത്. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുമുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നത്. ഗുണഭോക്താക്കൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളെ അറിയിക്കുകയാണെങ്കിൽ വീടുകളിൽ നേരിട്ടെത്തി തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതായിരിക്കും. ഫീൽഡ് തല മസ്റ്ററിംഗ് നടക്കുമ്പോഴാണ് വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്തു തരിക. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ്. അതിനാൽ ആധാർ കാർഡ് കൃത്യമായി പുതുക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആധാർ കാർഡിലെ വിവരങ്ങൾ കൃത്യവുമായിരിക്കണം. സർക്കാരിന്റെ പല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ആധാർ കാർഡ് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അതിനാൽ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയായിരിക്കണം. പുതിയ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡിൽ ആ നമ്പർ ചേർക്കേണ്ടതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം. 2025-26 വാർഷിക മസ്റ്ററിംഗ് ആണിത്. കൂടാതെ വിവിധ കാരണങ്ങളാൽ പെൻഷൻ മുടങ്ങിയവർ ഈ വർഷം മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മസ്റ്ററിംഗും ചെയ്യേണ്ടതാണ്. ഇത് 2025-26 സാമ്പത്തിക വർഷത്തിലെ മസ്റ്ററിംഗ് ആയതുകൊണ്ടാണ് എല്ലാവരും കൃത്യമായി തന്നെ ചെയ്യേണ്ടത്. ചില സാഹചര്യങ്ങളിൽ ബയോമെട്രിക്സ് പരാജയപ്പെട്ടേക്കാം. ആ സമയത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കും. അതിലൂടെ ലഭിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ചില ഗുണഭോക്താക്കൾ മറ്റു ജില്ലകളിലാണെങ്കിൽ അവർക്ക് മസ്റ്ററിംഗ് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെൻഷൻ തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഒരു രസീത് ലഭിക്കുന്നതായിരിക്കും. അതും സൂക്ഷിച്ചു വെക്കേണ്ട ഒന്ന് തന്നെയാണ്. മസ്റ്ററിംഗ് ചെയ്തതിനു ശേഷം സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ വാർഷിക മസ്റ്ററിംഗിന്റെ സ്റ്റാറ്റസ് കൃത്യമായി തന്നെ അതിൽ കാണാനും സാധിക്കും. മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കൂടാതെ ആധാർ പുതുക്കാനുള്ളവർ കൃത്യമായി തന്നെ ചെയ്യേണ്ടതുമാണ്. സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ കാർഡ് പ്രധാന രേഖയാണ്. OTP അധിഷ്ഠിത വെരിഫിക്കേഷനും ആധാർ കാർഡ് നിർബന്ധമായതിനാൽ എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്തോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. മസ്റ്ററിംഗ് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അവ കൃത്യമായി തന്നെ പരിഹരിച്ച് ജൂൺ 25 ശേഷം മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. എല്ലാ വിവരങ്ങളും ശരിയായ രീതിയിൽ കൃത്യമായി തന്നെ മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ ചെയ്യുക.